ചേടാ ഇതൊരു ശല്യമായല്ലേ. നിങ്ങൾക്ക് എന്തോന്ന്? എന്താ? നിനക്ക് ഡ്രൈവിംഗ് അറിയോ? അറിയാം. അവരുടെ വീട് അറിയോ? ആരുടെ? മാധവന്റെ ഭാര്യയുടെ വിജയുടെ അമ്മ അറിയോ? അറിയാം. പിന്നെ നിനക്ക് ആദ്യമേ പറഞ്ഞാലെന്താ? വേഗം പോയി അവരെ കൂട്ടിട്ടു. വേഗം പറഞ്ഞ ഇവിടെ ചടങ്ങുകളുള്ളതാണ്. ചെല്ലേ അവിടെ എന്നാടാ ഊതിക്ക. ഞാൻ അടിച്ചിട്ടില്ല ചേട്ടാ. ഊതരാ. വാറ്റ എവിടുന്ന് അടിച്ചത്? പുറകീന്ന്. നീ വണ്ടി ഓടിക്കോ? എന്നാ കയറ്. കൊണ്ട് അവരെയും കൊണ്ടേ വരാവൂ. ഓ ശരി. കേട്ടോ. ആത്മാവേ പോ. ചേട്ടൻ മാധവേട്ടന്റെ ബോഡി കണ്ടായിരുന്നോ? ഞാൻ കണ്ടാ. തമാശ വ്രതം മാധവേട്ടന്റെ കിടപ്പുണ്ടിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനവിടെ നിന്നില്ല. എന്ത് കിടപ്പാണത്? ആരെ ടോർച്ച് അടിക്കണ? ഇവിടെ ആരുടെ വാറ്റടിച്ച്? അടിച്ചില്ല, മാധവേട്ടന് വേണ്ടി വാറ്റിയതാണ്. ഇങ്ങടുത്ത് ഇത് മാധവം അടിച്ചാ? കഴിക്കാൻ പറ്റില്ല. അവനൊന്നും ഇതൊന്നും കഴിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. എടുത്തോട്ടെ. ചേട്ടാ നീങ്ങടുത്ത് അയാളെ പിടിച്ചാണ്ട് ഇടിച്ചാലോ? നീയാ? നീ പോടാ, വെറുതെ ആവശ്യം. ചേട്ടാ ഈ ഫോട്ടോ കിട്ടിയുള്ളൂ. അയ്യോ ഇതത്ര ക്ലിയർ അല്ലല്ലോ. പത്രത്തിൽ കൊടുക്കാനല്ലേ? വേറെ നല്ല ഫോട്ടോ ഉണ്ടോ നോക്കി. ഇതിപ്പോ അടിയിൽ പേരെഴുതുന്നുണ്ടല്ലോ, അതുപോലെ. അല്ലെങ്കിൽ തന്നെ ചരമക്കോളത്തിൽ വരുന്ന ഏത് ഫോട്ടോ തിരിച്ചറിയാൻ പറ്റുന്ന? ഇത് മാറ്റിക്കൊണ്ടു. മോനേടാ, അമ്മയെ വിളിക്കാൻ ഞാൻ കാർ അയച്ചിട്ടുണ്ട്. അമ്മ അവിടുത്തെ അമ്മാവൻ്റെ കൂടെ വന്നോളൂ. അവരാരുടെ കൂടെ വന്നോട്ട്, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് നമ്മൾ തന്നെ ചെയ്യണ്ടേ അല്ലേ? പത്രത്തിൽ വിടാനുള്ളതെല്ലാം എഴുതിയെടുത്താ? നോക്കട്ടെ. മാധവൻ വയസ്സ് 62. 62 അല്ല, അവൻ 63 വയസ്സും 3 മാസമായി. ഈ കഴിഞ്ഞ വിഷുവിനായിരുന്നു അവൻ്റെ പിറന്നാള്. KCBയിൽ നിന്ന് റിട്ടയർ. അത് ശരി. ഇവൻ ശരിക്കും വെറും ലൈൻമാനായിട്ട് കയറി വരുത്തണം. പിന്നെ അവിടെ ഇരുന്ന് മൂത്ത് ഓവർസീറായിരുന്നു. മക്കൾ 2. അത് കറക്റ്റ് ആണ്. മൂത്തവനും ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ അങ്ങ് പുറത്താ. വരാനൊന്നും പോണില്ല. ഇവനുമായിട്ട് ഉടക്കല്ലേ, കണ്ടാ വെട്ടി കയറും അല്ലേ? ഈ മാധവനുണ്ടല്ലോ, എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരുത്തനാ. എന്റെ മോളുടെ കല്യാണം പോലും മുടക്കാൻ നോക്കി ഒരുത്തനവൻ. ഇതൊന്നും പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല ഏട്ടാ. ഇതിലും വൃത്തികെട്ട കാര്യങ്ങളാണല്ലോ ഞാൻ ഡെയിലി പത്രത്തിൽ വായിക്കണത്. ആശാനെ അവിടെ കാരമുള്ളുണ്ട്, സൂക്ഷിക്കണേ. ഏതൊക്കെയാ? ഇത് മാധവന്റെ അപ്പൻ, ഇത് അമ്മത്തെ. അപ്പന്റെ ആ മണ്ട പോയല്ലോ, ഇടി വീണതാ. ആ തള്ളത്തെങ്ങ് ഉണ്ടില്ലേ പളവളാന്ന്, ചുറ്റുമുള്ള മരങ്ങളുടെ വെള്ളം ഊറ്റിയെടുത്തിട്ടാ. ഈ അമ്മ തെങ്ങിന്റെ അച്ഛൻ തെങ്ങിന്റെ ഏകദേശം ഒത്ത നടുക്കായിട്ട് കിടത്തിയാണ്. മനസ്സമാധാനം കിട്ടരുത്, അത്രേ ഉള്ളൂ. ഇവിടെ ഇവിടെ അവിടെ ആയിട്ട് ഇവിടെ വെട്ടിക്കോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. നിന്നെ അപ്പന്റെ അമ്മയുടെയും കൂടെ തന്നെ അടക്കണം. അപ്പന്റെ അമ്മയുടെയും സ്വത്തെല്ലാം നിനക്കല്ലേ കിട്ടിയത്. എനിക്കൊന്നും തന്നില്ലല്ലോ. അതെ, ഈ ശങ്കുനി ഇതിൽ എല്ലാത്തിലും കാര്യം അഭിപ്രായം പറയണല്ലോ. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ വെറുതെ ആവും. വേറൊരു വീട്ടിൽ ഇയാളിങ്ങനെ ആവേശം കളിക്കണം കണ്ടില്ലല്ലോ. എടാ നീയൊന്ന് അയാൾക്ക് എന്തിനാ കേടാ? എടാ നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ അടുത്ത് ആള് കണ്ട്രാക്ക് പറയാൻ വന്നാ. നീ പറയുന്ന ഇവര് വെട്ടുള്ളൂ. നീ
നീ പറയുന്ന കേക്ക്. അല്ലാണ്ട് അയാൾക്ക് മരത്തിനെ പറ്റി എന്ത് കുന്തറിയാ? ദേ, ഈ മരം വേണ്ട, ഇത് മതി. ആ മതി. ആ ഇത് മതി, ഇത് മതി. ഇതാ നല്ലത്. ഇതാവുമ്പോ എങ്ങോട്ട് വേണേ മറിക്കാം. അതൊന്നും വേണ്ട, വന്നല്ലേ. ഈ മാവ് മതി. ഇതിന്റെ കൊമ്പൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വടവും കെട്ടിയിട്ട് ഇങ്ങനെ കിഴക്കോട്ടങ്ങ് മറിച്ചേരെ. അത് ശരിയാവില്ല, ഏ ഞങ്ങൾ ഈ മരം മുറിക്കണം. എടാ അതൊന്നും പോരാ, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഒരുപാട് വിറവ് വേണം. കത്താൻ ഇത്തിരി പ്രയാസമുള്ള നിനക്കറിയില്ലേ? അത്രയ്ക്ക് കഠിനമായിരുന്നില്ല അവന്റെ നെഞ്ച്. ആശാന്റെ വീട്ടിൽ ഇതുപോലത്തെ മുഴുത്ത് മാവുണ്ടെങ്കിൽ നോക്കി വെച്ചോ, മിക്കവാറും ഉടനെ ആവശ്യം വരും. ഇത് തന്നെ മുറിക്കാം. നല്ല കറയുള്ള മാവാ, നിന്ന് കത്തിക്കോളൂ. എന്നാ പിന്നെ റബ്ബറായി കൂടെ, അതിലാവുമ്പോ പാലും ഉണ്ടല്ലോ. ഇത് മതി, മനസ്സിലായില്ലേ? എന്റെ അപ്പനെ കത്തിക്കാനുള്ള മാവേ പുള്ളി തന്നെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഡെയിലി വെള്ളം ഒഴിക്കും, പക്ഷെ അതിനൊരു മാങ്ങ പോലും പറിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. മോനടാ അമ്മ വിളിച്ചോണ്ടകത്തോട്ടു. ആ ബാഗ് കൊടുത്തു, അച്ഛൻ്റെ അടുത്തോട്ട് ഇരുത്ത്, കരയട്ടെ. അമ്മ ഇവിടെ ഒന്നിരിക്കുക, അവിടെയാണ് ആൾക്കാർ. വിട്. അമ്മ അയാൾ എന്ത് ഷോ ഇവിടെ കാണിച്ചോണ്ടിരിക്കണെന്ന് അറിയോ? നീ നടക്കങ്ങോട്ട്. മൊത്തം ഡാർക്കായി. എല്ലാം കൂടെ ഞാൻ ചവിട്ടി പീത്തിക്കളയും. ആറി ഇന്നൂടെ എന്തോന്നടാ അവിടെ? ആ നീയാണോ? ഏതാ ഉള്ളെ? ഇതേ ഉള്ളു. എനിക്കൊന്നും വേണ്ട. അറിഞ്ഞ പോളച്ചാ, ആ മാധവന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് വന്നോ? ചത്താലും നീ സ്വസ്ഥത കൊടുക്കത്തില്ല. അല്ല നീ പോലും വന്നല്ലോ. എനിക്കതല്ല, ഈ 63-ാമത്തെ വയസ്സിലും സ്ത്രീധന തുകയുടെ ബാക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പെണ്ണും പിള്ളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ കേസായിരിക്കും. പല നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ വിവരദോഷം. അതിപ്പോ നീയും സ്ത്രീധനം വാങ്ങിയിട്ടല്ലേ കിട്ടിയത്. ബാക്കി തരാനില്ലാത്തോണ്ട് തിരിച്ചു കൊണ്ടാക്കിയില്ല, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ മാധവനെ പോലെ കുത്തിന് പിടിച്ചല്ല വാങ്ങിയത്. എനിക്ക് തന്നത് ഞാൻ വാങ്ങി, അത്രേ ഉള്ളൂ. ഇത് കണ്ട അവന്റെ ദ്രവിച്ചൊരു കിണ്ടി. പോളത്തിനറിയോ ഈ കിണ്ടി അവൻ എന്റെ കാലി കയറ്റി ഇറക്കാൻ നോക്കിയത്? അന്നത് സ്റ്റാർട്ട് ആവത്തോണ്ട് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കഴിഞ്ഞിട്ടില്ല പോള, ഞാൻ പോരാ. അമ്മോട് നടക്കുന്നതല്ല അറിഞ്ഞ അയാൾ ഇവിടെ പട്ടി ഷോ കാണിച്ചോണ്ടിരിക്കുക. അത് വന്നപ്പോ തന്നെ ഞാൻ കണ്ടായിരുന്നു. അമ്മ അതിന് വക്കീൽ നോട്ടീസ് അയച്ചേ? ഡിവോഴ്സ് നോട്ടീസ് അയക്കേണ്ട പറയണത്. ഭാഗ്യത്തിനത് എന്റെ കയ്യിൽ കിട്ടിയേ. അച്ഛൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. അമ്മ സത്യം ആരോടും പറഞ്ഞല്ല, ഇനി ആരോടും പറയൂല. പെൻഷൻ കിട്ടുന്ന വിചാരിച്ച അവള് കാറി കയറി ഇങ്ങോട്ട് വന്നത്. അമ്മയെ പെൻഷൻ ഒന്നും കിട്ടാൻ പോണില്ല. അവരെ ഡിവോഴ്സ്ഡാ. അമ്മ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിയമപരമായിട്ട് അമ്മായിക്കാണ് അത് കിട്ടുക. അതിന് നിയമമൊന്നുമില്ലടി, ഞാൻ അതൊക്കെ മുന്നേ തിരക്കായിരുന്നു. അതെ, ആ സ്ത്രീധനത്തിന്റെ ബാക്കി വല്ലതും. എന്നാലും